കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? എ. മലപ്പുറം, ബി. വയനാട്, സി. കോഴിക്കോട്, ഡി. തൃശ്ശൂർ. ഉത്തരം എ. മലപ്പുറം. കേരളത്തിലെ ആദ്യത്തെ അമ്മത്തൊട്ടിൽ നിലവിൽ വന്നത് എവിടെ? എ. കോട്ടയം, ബി. എറണാകുളം, സി. തിരുവനന്തപുരം, ഡി. കോഴിക്കോട്. ഉത്തരം സി. തിരുവനന്തപുരം. ഇന്ത്യയിൽ ആദ്യമായി എല്ലാ സ്കൂൾ വിദ്യാർത്ഥികൾക്കും അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത്? എ. കേരളം, ബി. തമിഴ്നാട്, സി. ആസാം, ഡി. ഡൽഹി. ഉത്തരം എ. കേരളം. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? എ. ഗോവ, ബി. കാശ്മീർ, സി. കേരളം, ഡി. ആന്ധ്രാപ്രദേശ്. ഉത്തരം സി. കേരളം. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? എ. ജോസഫ് മുണ്ടശ്ശേരി, ബി. സി. എച്ച്. മുഹമ്മദ് കോയ, സി. ആർ. ബിന്ദു, ഡി. വി. ശിവൻകുട്ടി. ഉത്തരം എ. ജോസഫ് മുണ്ടശ്ശേരി. കേരളപ്പിറവി ഏത് മലയാള മാസത്തിലാണ്? എ. മീനം, ബി. തുലാം, സി. ഇടവം, ഡി. ധനു. ഉത്തരം ബി. തുലാമാസം. ഏറ്റവും കുറവ് നഗരസഭകൾ ഉള്ള കേരളത്തിലെ ജില്ല ഏത്? എ. ആലപ്പുഴ, ബി. വയനാട്, സി. ഇടുക്കി, ഡി. കോട്ടയം. ഉത്തരം സി. ഇടുക്കി. കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം ഏത്? എ. കോഴിക്കോട്, ബി. എറണാകുളം, സി. പത്തനംതിട്ട, ഡി. തിരുവനന്തപുരം. ഉത്തരം ബി. എറണാകുളം. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏത്? എ. തൃശ്ശൂർ, ബി. കോഴിക്കോട്, സി. മലപ്പുറം, ഡി. തിരുവനന്തപുരം. ഉത്തരം എ. തൃശ്ശൂർ. 1928 പയ്യന്നൂർ രാഷ്ട്രീയ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആര്? എ. രവീന്ദ്രനാഥ് ടാഗോർ, ബി. ഗാന്ധിജി, സി. ജവഹർലാൽ നെഹ്റു, ഡി. കെ. കേളപ്പൻ. ഉത്തരം സി. ജവഹർലാൽ നെഹ്റു. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ഏത്? എ. കുതിര, ബി. സിംഹം, സി. പൂച്ച, ഡി. ആന. ഉത്തരം ഡി. ആന. കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? എ. പഴശ്ശിരാജ, ബി. കെ. കേളപ്പൻ, സി. ശ്രീനാരായണ ഗുരു, ഡി. പി. എൻ. പണിക്കർ. ഉത്തരം എ. പഴശ്ശിരാജ. കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് മലനാട്? എ. 66, ബി. 50%, സി. 44%, ഡി. 100%. ഉത്തരം സി. 44%. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? എ. രവീന്ദ്രനാഥ് ടാഗോർ, ബി. ഗാന്ധിജി, സി. ജവഹർലാൽ നെഹ്റു, ഡി. ശ്രീനാരായണ ഗുരു.
ഉത്തരം ഡി ശ്രീനാരായണ ഗുരു. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകൻ ആര്? എ രവീന്ദ്രനാഥ് ടാഗോർ, ബി ഗാന്ധിജി, സി ജവഹർലാൽ നെഹ്റു, ഡി പി.എൻ. പണിക്കർ. ഉത്തരം ഡി പി.എൻ. പണിക്കർ. കേരളത്തിലെ ആദ്യത്തെ ഡാം ഏത്? എ ഇടുക്കി ഡാം, ബി മുല്ലപ്പെരിയാർ ഡാം, സി പീച്ചി ഡാം, ഡി തെന്മല ഡാം. ഉത്തരം ബി മുല്ലപ്പെരിയാർ ഡാം. തിരു-കൊച്ചി സംയോജനം നടന്ന വർഷം? എ 1949 ജൂലൈ 1, ബി 1949 ജൂലൈ 22, സി 1949 ജൂലൈ 3, ഡി 1949 ജൂലൈ 21. ഉത്തരം എ 1949 ജൂലൈ 1. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? എ പെരിയാർ, ബി കബനി, സി ഭവാനി, ഡി ഭാരതപ്പുഴ. ഉത്തരം എ പെരിയാർ. തിരുവനന്തപുരം റേഡിയോ നിലയം പ്രവർത്തനം ആരംഭിച്ച വർഷം ഏത്? എ 1967, ബി 1943, സി 2000, ഡി 2005. ഉത്തരം ബി 1943. കറാച്ചി ഏതു നദിയുടെ തീരത്താണ്? എ സിന്ധു, ബി ഗംഗ, സി യമുന, ഡി ബ്രഹ്മപുത്ര. ഉത്തരം എ സിന്ധു നദി. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എവിടെയാണ്? എ ഡൽഹി, ബി രാജസ്ഥാൻ, സി മുംബൈ, ഡി ആന്ധ്രാപ്രദേശ്. ഉത്തരം സി മുംബൈ. തകഴിയുടെ ആദ്യ നോവൽ ഏത്? എ കയറ്, ബി ത്യാഗത്തിന് പ്രതിഫലം, സി ചെമ്മീൻ, ഡി ഏണിപ്പടികൾ. ഉത്തരം ബി ത്യാഗത്തിനു പ്രതിഫലം. തേരുകൂത്ത് ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? എ തമിഴ്നാട്, ബി കേരളം, സി കർണാടക, ഡി ആസാം. ഉത്തരം എ തമിഴ്നാട്. ചൈന സന്ദർശിച്ച ആദ്യത്തെ യൂറോപ്യൻ സഞ്ചാരി ആര്? എ ഇബ്നു ബത്തൂത്ത, ബി മാർക്കോ പോളോ, സി അബ്ദുൾ റസാഖ്, സി വാസ്കോ ഡ ഗാമ. ഉത്തരം ബി മാർക്കോ പോളോ. ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തവർ? എ 29, ബി 72, സി 19, ഡി 34. ഉത്തരം ബി 72. ആദ്യമായി ഭാരതരത്നം ബഹുമതിക്ക് അർഹനായ പ്രധാനമന്ത്രി ആര്? എ ജവഹർലാൽ നെഹ്റു, ബി ലാൽ ബഹദൂർ ശാസ്ത്രി, സി ഇന്ദിരാഗാന്ധി, ഡി രാജീവ് ഗാന്ധി. ഉത്തരം എ ജവഹർലാൽ നെഹ്റു. രാജിവെച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? എ മൊറാർജി ദേശായി, ബി ലാൽ ബഹദൂർ ശാസ്ത്രി, സി ഇന്ദിരാഗാന്ധി, ഡി രാജീവ് ഗാന്ധി. ഉത്തരം എ മൊറാർജി ദേശായി.
ആദ്യമായി ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ച രാജ്യം ഏത്? എ. റഷ്യ, ബി. ഇന്ത്യ, സി. അമേരിക്ക, ഡി. ചൈന. ഉത്തരം സി. അമേരിക്ക. ഇന്ത്യയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഏത്? എ. താപ്തി, ബി. മാഹി നദി, സി. നെയ്യാർ, ഡി. നർമ്മദ. ഉത്തരം ഡി. നർമ്മദ. പ്രധാനമന്ത്രി ആകാനുള്ള കുറഞ്ഞ പ്രായം എത്ര? എ. 25, ബി. 18, സി. 50, ഡി. 21. ഉത്തരം എ. 25. ഏറ്റവും ചെറിയ ആറ്റം ഏത്? എ. ഹൈഡ്രജൻ, ബി. ഹീലിയം, സി. ഓക്സിജൻ, ഡി. കാർബൺ. ഉത്തരം ബി. ഹീലിയം. ഏറ്റവും വലിയ ആറ്റം ഏത്? എ. ഫ്രാൻസിയം, ബി. ഹീലിയം, സി. മഗ്നീഷ്യം, ഡി. അലുമിനിയം. ഉത്തരം എ. ഫ്രാൻസിയം. ഏറ്റവും ചെറിയ ആറ്റമുള്ള ലോഹം ഏത്? എ. ഹൈഡ്രജൻ, ബി. ബെറീലിയം, സി. ഹീലിയം, ഡി. ആർഗൺ. ഉത്തരം ബി. ബെറീലിയം. ഏറ്റവും വലിയ ആറ്റമുള്ള അലോഹം ഏത്? എ. നൈട്രജൻ, ബി. ഓക്സിജൻ, സി. കാർബൺ, ഡി. റാഡോൺ. ഉത്തരം ഡി. റാഡോൺ. ആറ്റം കണ്ടുപിടിച്ചത് ആര്? എ. നീൽസ് ബോർ, ബി. ജെയിംസ് ചാഡ്വിക്, സി. ജോൺ ഡാൾട്ടൺ, ഡി. ജെ. തോംസൺ. ഉത്തരം സി. ജോൺ ഡാൾട്ടൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആര്? എ. നീൽസ് ബോർ, ബി. ജെയിംസ് ചാഡ്വിക്, സി. ജോൺ ഡാൾട്ടൺ, ഡി. ജെ. തോംസൺ. ഉത്തരം ഡി. ജെ. തോംസൺ. ആറ്റം മാതൃക ആദ്യമായി അവതരിപ്പിച്ചത്? എ. നീൽസ് ബോർ, ബി. ജെയിംസ് ചാഡ്വിക്, സി. ജോൺ ഡാൾട്ടൺ, ഡി. ജെ. തോംസൺ. ഉത്തരം എ. നീൽസ് ബോർ. ആറ്റത്തിലെ 3 കണങ്ങൾ. എ. പ്രോട്ടോൺ, ബി. ന്യൂട്രോൺ, സി. ഇലക്ട്രോൺ, ഡി. ഇവയെല്ലാം. ഉത്തരം ഡി. ഇവയെല്ലാം. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം. പ്രോട്ടോൺ, ന്യൂട്രോൺ, ന്യൂക്ലിയസ്, ഇലക്ട്രോൺ. ഉത്തരം സി. ന്യൂക്ലിയസ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആര്? എ. ജെയിംസ് ചാഡ്വിക്, ബി. ഏണസ്റ്റ് റുദർഫോർഡ്, സി. ജോൺ ഡാൾട്ടൺ, ഡി. നീൽസ് ബോർ. ഉത്തരം എ. ജെയിംസ് ചാഡ്വിക്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആര്? എ. ജെയിംസ് ചാഡ്വിക്, ബി. ഏണസ്റ്റ് റുദർഫോർഡ്, സി. ജോൺ ഡാൾട്ടൺ, ഡി. നീൽസ് ബോർ. ഉത്തരം
ബി ഏണസ്റ്റ് റുദർഫോർഡ്. ഏറ്റവും ലഘുവായ ആറ്റം ഏത്? എ ഹീലിയം, ബി കോപ്പർ, സി ഹൈഡ്രജൻ, ഡി സോഡിയം. ഉത്തരം സി ഹൈഡ്രജൻ. ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത ഘടനയുമുള്ള സംയുക്തങ്ങൾ. എ ഐസോഡോപ്പ്, ബി ഐസോബാർ, സി ഐസോട്ടോൺ, ഡി ഐസോമർ. ഉത്തരം ഡി ഐസോമർ. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങൾ. എ ഐസോഡോപ്പ്, ബി ഐസോബാർ, സി ഐസോഡോൺ, ഡി ഐസോമർ. ഉത്തരം എ ഐസോഡോപ്പ്. തുല്യ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്ത എണ്ണം പാറ്റേണുകളും ഉള്ള ആറ്റങ്ങൾ. എ ഐസോഡോപ്പ്, ബി ഐസോബാർ, സി ഐസോഡോൺ, ഡി ഐസോമർ. ഉത്തരം സി ഐസോഡോൺ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറും ഉള്ള വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ ഏത്? എ ഐസോഡോപ്പ്, ബി ഐസോബാർ, സി ഐസോഡോൺ, സി ഐസോമർ. ഉത്തരം ബി ഐസോബാർ. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആര്? എ ഏണസ്റ്റ് റുദർഫോർഡ്, ബി ജെ തോംസൺ, സി കാൾസ് ആൻഡേഴ്സൺ, ഡി മില്ലിഗൻ. ഉത്തരം എ ഏണസ്റ്റ് റുദർഫോർഡ്. പോസിട്രോൺ കണ്ടുപിടിച്ചത് ആര്? എ ഏണസ്റ്റ് റുദർഫോർഡ്, ബി ജെ തോംസൺ, സി കാൾസ് ആൻഡേഴ്സൺ, ഡി മില്ലിഗൻ. ഉത്തരം സി കാൾ ആൻഡേഴ്സൺ. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് ആര്? എ ഏണസ്റ്റ് റുദർഫോർഡ്, ബി ജെ തോംസൺ, സി കാൾ ആൻഡേഴ്സൺ, ഡി മില്ലിഗൻ. ഉത്തരം എ ഏണസ്റ്റ് റുദർഫോർഡ്. ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ആര്? എ ജെ തോംസൺ, ബി ഹൈസൻബർഗ്, സി ജോൺ ഡാൾട്ടൺ, ഡി മില്ലിഗൻ. ഉത്തരം എ ജെ തോംസൺ. ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? എ ജെ തോംസൺ, ബി ഹൈസൻബർഗ്, സി ജോൺ ഡാൾട്ടൺ, ഡി മില്ലിഗൻ. ഉത്തരം ഡി മില്ലിഗൻ. ആറ്റത്തിലെ ന്യൂക്ലിയസിനുള്ളിലെ ചാർജ് ഇല്ലാത്ത കണം ഏതാണ്? എ ഇലക്ട്രോൺ, ബി ന്യൂട്രോൺ, സി പ്രോട്ടോൺ, ഡി ഇവയൊന്നുമല്ല. ഉത്തരം എ ഇലക്ട്രോൺ. ഒരു ആറ്റത്തിലെ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? എ 2, ബി 8, സി 18, ഡി 32. ഉത്തരം ഡി 32.
ഒരു ആറ്റത്തിലെ കെ ഷെല്ലിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? എ 2, ബി 8, സി 18, ഡി 32. ഉത്തരം എ 2. ഒരു ആറ്റത്തിലെ എം ഷെല്ലിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? എ 2, ബി 8, സി 18, ഡി 32. ഉത്തരം സി 18. ഒരു ആറ്റത്തിലെ എൽ ഷെല്ലിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? എ 2, ബി 8, സി 18, ഡി 32. ഉത്തരം ബി 8. ഒരു ഓർബിറ്റിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? എ 2, ബി 4, സി 8, ഡി 12. ഉത്തരം എ 2. പി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ ഏറ്റവും കൂടിയ എണ്ണം എത്ര? എ 6, ബി 8, സി 12, ഡി 18. ഉത്തരം എ 6. ഓർബിറ്റിൻ്റെ ആകൃതി ഏത്? എ ചതുരം, ബി വൃത്തം, സി ത്രികോണം, ഡി സമചതുരം. ഉത്തരം ബി വൃത്തം. സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചത്? എ 90, ബി 30, സി 190, ഡി 168. ഉത്തരം ഡി 168. വലുപ്പത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? എ 1, ബി 4, സി 5, ഡി 8. ഉത്തരം സി 7. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? എ ഗുജറാത്ത്, ബി പഞ്ചാബ്, സി ഹരിയാന, ഡി തമിഴ്നാട്. ഉത്തരം ബി പഞ്ചാബ്. ദക്ഷിണേന്ത്യയിലെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? എ ആന്ധ്രാപ്രദേശ്, ബി തമിഴ്നാട്, സി കേരളം, ഡി കർണാടക. ഉത്തരം എ ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത്? എ തമിഴ്നാട്, ബി ഹിമാചൽ പ്രദേശ്, സി അരുണാചൽ പ്രദേശ്, ഡി ഗുജറാത്ത്. ഉത്തരം എ തമിഴ്നാട്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത്? എ തമിഴ്നാട്, ബി ഹിമാചൽ പ്രദേശ്, സി അരുണാചൽ പ്രദേശ്, ഡി ഗുജറാത്ത്. ഉത്തരം ബി ഹിമാചൽ പ്രദേശ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത്? എ തമിഴ്നാട്, ബി ഹിമാചൽ പ്രദേശ്, സി അരുണാചൽ പ്രദേശ്, ഡി ഗുജറാത്ത്. ഉത്തരം സി അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനം ഏത്?
എ തമിഴ്നാട്, ബി ഹിമാചൽ പ്രദേശ്, സി അരുണാചൽ പ്രദേശ്, ഡി ഗുജറാത്ത്. ഉത്തരം ഡി ഗുജറാത്ത്. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? എ ഡൽഹി, ബി സിക്കിം, സി രാജസ്ഥാൻ, ഡി മുംബൈ. ഉത്തരം സി രാജസ്ഥാൻ. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏത്? എ മുംബൈ, ബി രാജസ്ഥാൻ, സി ഡൽഹി, ഡി സിക്കിം. ഉത്തരം ഡി സിക്കിം. ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ഏത്? എ ഹിമാചൽ പ്രദേശ്, ബി കേരളം, സി ഹരിയാന, ഡി ഗോവ. ഉത്തരം എ ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? എ യമുന, ബി പെരിയാർ, സി ഗംഗ, ഡി നൽ നദി. ഉത്തരം സി ഗംഗ. ഇന്ത്യയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് സമ്പൂർണ്ണ തിരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ സംസ്ഥാനം ഏത്? എ കേരളം, ബി ഗോവ, സി തമിഴ്നാട്, ഡി ഹരിയാന. ഉത്തരം ബി ഗോവ. ഇന്ത്യയിൽ ആദ്യത്തെ ബാങ്ക് നോട്ട് പുറത്തിറങ്ങിയ വർഷം ഏത്? എ 1947, ബി 1960, സി 1938, ഡി 2005. ഉത്തരം സി 1938. ഇന്ത്യ അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏത്? എ പാകിസ്ഥാൻ, ബി ചൈന, സി ബംഗ്ലാദേശ്, ഡി നേപ്പാൾ. ഉത്തരം ബി ചൈന. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? എ ജമ്മു കാശ്മീർ, ബി ഹരിയാന, സി ഡൽഹി, ഡി ഗോവ. ഉത്തരം എ ജമ്മു കാശ്മീർ. വനവിസ്തൃതി കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത്? എ മലപ്പുറം, ബി വയനാട്, സി ഇടുക്കി, ഡി കോട്ടയം. ഉത്തരം സി ഇടുക്കി. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ പ്രദേശം ഏത്? എ കേരളം, ബി ജമ്മു കാശ്മീർ, സി കർണാടക, ഡി തമിഴ്നാട്. ഉത്തരം ബി ജമ്മു കാശ്മീർ. ഇന്ത്യ അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏത്? എ ചൈന, ബി നേപ്പാൾ, സി ബംഗ്ലാദേശ്, ഡി പാകിസ്ഥാൻ. ഉത്തരം എ ചൈന. ഇന്ത്യയിൽ ആകെ എത്ര സംസ്ഥാനങ്ങൾ ഉണ്ട്? എ 21, ബി 22, സി 27, ഡി 28. ഉത്തരം ഡി 28. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏത്? എ കാശ്മീർ, ബി പുതുച്ചേരി, സി ലഡാക്ക്, ഡി ലക്ഷദ്വീപ്. ഉത്തരം സി ലഡാക്ക്.
ഇന്ത്യൻ ദേശീയ പക്ഷിയായ മയിലിനെ അംഗീകരിച്ചത് എന്ന്? എ 1963, ബി 1964, സി 1956, ഡി 1947. ഉത്തരം എ 1963. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം ഏത്? എ ചുവന്ന മണ്ണ്, ബി എക്കൽ മണ്ണ്, സി കറുത്ത മണ്ണ്, ഡി വനമണ്ണ്. ഉത്തരം ബി എക്കൽ മണ്ണ്. ഗംഗാ ശുദ്ധീകരണ പദ്ധതിയുടെ പേര് എന്ത്? എ സേവ് ഗംഗ പദ്ധതി, ബി മിഷൻ ഗംഗ പദ്ധതി, സി മിഷൻ ക്ലീൻ ഗംഗ, ഡി നമാമി ഗംഗ. ഉത്തരം ഡി നമാമി ഗംഗ. ജപ്പാനെ മറികടന്ന് ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറിയത്? എ ജർമ്മനി, ബി ഇന്ത്യ, സി അമേരിക്ക, ഡി കാനഡ. ഉത്തരം എ ജർമ്മനി. ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? എ ആസാം, ബി കർണാടക, സി മുംബൈ, ഡി കേരളം. ഉത്തരം സി മുംബൈ. ഇന്ത്യൻ മിലിട്ടറി അക്കാദമി മ്യൂസിയം എവിടെയാണ്? എ വിശാഖപട്ടണം, ബി കൊല്ലം, സി ചെന്നൈ, ഡി ഡെറാഡൂൺ. ഉത്തരം ഡി ഡെറാഡൂൺ. ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സുകൾ നടന്നിട്ടുള്ള വൻകര ഏത്? എ ഏഷ്യ, ബി ആഫ്രിക്ക, സി യൂറോപ്പ്, ഡി ഓസ്ട്രേലിയ. ഉത്തരം സി യൂറോപ്പ്. കറുപ്പ് യുദ്ധത്തിൽ ചൈനയെ തോൽപ്പിച്ച രാജ്യം ഏത്? എ ബ്രിട്ടൻ, ബി അമേരിക്ക, സി ഇന്ത്യ, ഡി യൂറോപ്പ്. ഉത്തരം എ ബ്രിട്ടൻ. മസ്തിഷ്കത്തിൻ്റെ ഭാരം എത്ര? എ 20 ഗ്രാം, ബി 50 ഗ്രാം, സി 800 ഗ്രാം, ഡി 1400 ഗ്രാം. ഉത്തരം ഡി 1400 ഗ്രാം. കേരളത്തിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നടത്തിയത് ഏത് ജില്ലയിലാണ്? എ എറണാകുളം, ബി തിരുവനന്തപുരം, സി കോഴിക്കോട്, ഡി കോട്ടയം. ഉത്തരം എ എറണാകുളം. ദേശീയ ഹൃദയ ദിനം എന്ന്? എ ഓഗസ്റ്റ് 15, ബി സെപ്റ്റംബർ 26, സി ജനുവരി 26, ഡി നവംബർ 26. ഉത്തരം ബി സെപ്റ്റംബർ 26. ലോക ഹൃദയ ദിനം എന്ന്? എ സെപ്റ്റംബർ 26, ബി ഓഗസ്റ്റ് 3, സി നവംബർ 26, ഡി നവംബർ 1. ഉത്തരം ബി ഓഗസ്റ്റ് 3. മനുഷ്യഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം എത്ര? എ 4, ബി 5, സി 10, ഡി 16. ഉത്തരം എ 4. അർബുദം ബാധിക്കാത്ത അവയവം ഏത്? എ കുടൽ, ബി ഹൃദയം, സി കണ്ണ്, ഡി കരള്.
ഉത്തരം ബി കണ്ണ്. കരയിലെ ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി ഏത്? എ ജിറാഫ്, ബി കടുവ, സി ആന, ഡി സിംഹം. ഉത്തരം സി ആന. ഏതു രാജ്യം ആണ് സ്പോർട്സ് കണ്ടുപിടിച്ചത്? എ ഇന്ത്യ, ബി ഗ്രീസ്, സി അമേരിക്ക, ഡി ഖത്തർ. ഉത്തരം ബി ഗ്രീസ്. ആദ്യത്തെ കായിക വിനോദം ഏത്? എ ഗുസ്തി, ബി ഹോക്കി, സി ഫുട്ബോൾ, ഡി ക്രിക്കറ്റ്. ഉത്തരം എ ഗുസ്തി. 2018 ലോകകപ്പ് നേടിയ രാജ്യം ഏത്? എ ഖത്തർ, ബി ഫ്രാൻസ്, സി കാനഡ, ഡി റഷ്യ. ഉത്തരം ബി ഫ്രാൻസ്. ഒരു സംസ്ഥാന മുഖ്യമന്ത്രി തൻ്റെ രാജി ആർക്ക് നൽകും? എ പ്രസിഡന്റ്, ബി ഗവർണർ, സി പ്രധാനമന്ത്രി, ഡി വൈസ് പ്രസിഡന്റ്. ഉത്തരം ബി ഗവർണർ. ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ വോട്ടിംഗ് പ്രായം എത്രയാണ്? എ 17, ബി 18, സി 21, ഡി 25. ഉത്തരം ബി 18. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അംഗീകരിച്ചത് എന്ന്? എ 1949 നവംബർ 26, ബി 1949 ജനുവരി 26, സി 1949 ഒക്ടോബർ 26, ഡി 1949 ഡിസംബർ 26. ഉത്തരം എ 1949 നവംബർ 26. ഫുട്ബോൾ കൺട്രി എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? എ ഖത്തർ, ബി കാനഡ, സി അമേരിക്ക, ഡി ബ്രസീൽ. ഉത്തരം ഡി ബ്രസീൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? എ ഉത്തർപ്രദേശ്, ബി കർണാടക, സി രാജസ്ഥാൻ, ഡി ഡൽഹി. ഉത്തരം സി രാജസ്ഥാൻ. ലോകത്ത് ആദ്യമായി എഴുതപ്പെട്ട ഭരണഘടന സ്വീകരിച്ച രാജ്യം ഏതാണ്? എ കാനഡ, ബി ഇന്ത്യ, സി അമേരിക്ക, ഡി റഷ്യ. ഉത്തരം സി അമേരിക്ക. കേരളത്തിൽ ATM സംവിധാനം ആദ്യം നിലവിൽ വന്നത് എവിടെയാണ്? എ കോട്ടയം, ബി കാസർഗോഡ്, സി തിരുവനന്തപുരം, ഡി കോഴിക്കോട്. ഉത്തരം സി തിരുവനന്തപുരം. ഉപ്പിന് നികുതി ചുമത്തിയ ആദ്യ രാജ്യം ഏത്? എ ചൈന, ബി ഇന്ത്യ, സി ജപ്പാൻ, ഡി ബ്രിട്ടൻ. ഉത്തരം എ ചൈന. EMS നമ്പൂതിരിപ്പാടിൻ്റെ കൃതി ഏത്? എ കണ്ണീരും കിനാവും, ബി മലബാർ മാനുവൽ, സി ആദിഭാഷ, ഡി 1.25 കോടി മലയാളികൾ. ഉത്തരം ഡി 1.25 കോടി മലയാളികൾ.
സതീഷ് ധവാൻ സ്പോർട്സ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഏതു സംസ്ഥാനത്തിലാണ്? എ. കേരളം, ബി. തമിഴ്നാട്, സി. ആന്ധ്രാപ്രദേശ്, ഡി. മധ്യപ്രദേശ്. ഉത്തരം സി. ആന്ധ്രാപ്രദേശ്. ഇന്ത്യൻ ദേശീയ പതാക അംഗീകരിക്കപ്പെട്ടത് എന്ന്? എ. 1947 ജൂലൈ 21, ബി. 1947 ജൂലൈ 22, സി. 1947 ജൂലൈ 23, ഡി. 1947 ജൂലൈ 24. ഉത്തരം ബി. 1947 ജൂലൈ 22. കേരള സാമൂഹ്യ സുരക്ഷ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേര് എന്ത്? എ. ശ്രുതിതരംഗം, ബി. താലോലം, സി. സ്നേഹസാന്ത്വനം, ഡി. ആശ്വാസകിരണം. ഉത്തരം സി. സ്നേഹസാന്ത്വനം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് ആര്? എ. പ്രസിഡന്റ്, ബി. ഗവർണർ, സി. മന്ത്രി, ഡി. പ്രധാനമന്ത്രി. ഉത്തരം എ. ഗവർണർ. 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ ഏറ്റവും ഉയർന്ന സ്ത്രീ-പുരുഷ അനുപാതം ഉള്ള ജില്ല ഏത്? എ. കണ്ണൂർ, ബി. പത്തനംതിട്ട, സി. എറണാകുളം, ഡി. കോട്ടയം. ഉത്തരം എ. കണ്ണൂർ. 2011 സെൻസസ് പ്രകാരം സ്ത്രീ-പുരുഷ അനുപാതം കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏത്? എ. കണ്ണൂർ, ബി. കോഴിക്കോട്, സി. ഇടുക്കി, ഡി. മലപ്പുറം. ഉത്തരം സി. ഇടുക്കി. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണുന്നത്? എ. തമിഴ്നാട്, ബി. മധ്യപ്രദേശ്, സി. ഗുജറാത്ത്, ഡി. പശ്ചിമ ബംഗാൾ. ഉത്തരം ഡി. പശ്ചിമ ബംഗാൾ. തകഴി ശിവശങ്കരപ്പിള്ളയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത്? എ. രണ്ടിടങ്ങഴി, ബി. ചെമ്മീൻ, സി. ഏണിപ്പടികൾ, ഡി. കയർ. ഉത്തരം ബി. ചെമ്മീൻ. ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന രോഗം ഏതാണ്? എ. ഡിഫ്തീരിയ, ബി. ക്ഷയം, സി. എയ്ഡ്സ്, ഡി. ഹെപ്പറ്റൈറ്റിസ്. ഉത്തരം സി. എയ്ഡ്സ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെ? എ. മുംബൈ, ബി. കൊൽക്കത്ത, സി. കേരളം, ഡി. കർണാടക. ഉത്തരം ബി. കൊൽക്കത്ത. ഹൃദയം സങ്കോചിക്കുമ്പോൾ ഏകദേശം എത്ര രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു? എ. 20 ml, ബി. 50 ml, സി. 70 ml, ഡി. 80 ml. ഉത്തരം സി. 70 ml. കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് നേടുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായ സുമൈറ ഹുളൂറിൻ്റെ പ്രായം എത്ര? എ. 18, ബി. 19, സി. 20, ഡി. 21. ഉത്തരം എ. 18.
രാജ്യാന്തര അഴിമതി വിരുദ്ധ ദിനം എന്ന്? എ. ഡിസംബർ 9, ബി. ഡിസംബർ 10, സി. ഡിസംബർ 11, ഡി. ഡിസംബർ 12. ഉത്തരം എ. ഡിസംബർ 9. ആരോഗ്യവാനായ ഒരാളുടെ സാധാരണ രക്തസമ്മർദ്ദം എത്ര? ആയിരത്തി 1956 നവംബർ 1 രൂപം കൊണ്ട 14 സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറുത് ഏത്? എ. തമിഴ്നാട്, ബി. കേരളം, സി. ഗോവ, ഡി. കർണാടക. ഉത്തരം ബി. കേരളം. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? എ. പട്ടം താണുപിള്ള, ബി. ആർ. ശങ്കർ, സി. ഇ.എം.എസ്. നമ്പൂതിരിപ്പാട്, ഡി. എ.കെ. ആന്റണി. ഉത്തരം സി. ഇ.എം.എസ്. നമ്പൂതിരിപ്പാട്. 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? എ. 2, ബി. 3, സി. 4, ഡി. 5. ഉത്തരം ഡി. 5. കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ്? എ. 1956 നവംബർ 1, ബി. 1956 നവംബർ 13, സി. 1956 നവംബർ 15, ഡി. 1956 നവംബർ 17. ഉത്തരം എ. 1956 നവംബർ 1. ഒന്നാം കേരള മന്ത്രിസഭ നിലവിൽ വന്ന വർഷം ഏത്? എ. 1957 ഏപ്രിൽ 5, ബി. 1957 ഏപ്രിൽ 26, സി. 1957 ഏപ്രിൽ 21, ഡി. 1957 ഏപ്രിൽ 25. ഉത്തരം എ. 1957 ഏപ്രിൽ 5. കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രി ആര്? എ. സി. എച്ച്. മുഹമ്മദ് കോയ, ബി. കെ. ഔഖാദർ കുട്ടിനഹ, സി. ആർ. ശങ്കർ, ഡി. ഇവരാരുമല്ല. ഉത്തരം സി. ആർ. ശങ്കർ. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആര്? എ. വി. ഗിരി, ബി. പി. ശിവശങ്കർ, സി. ആരിഫ് മുഹമ്മദ് ഖാൻ, ഡി. ബി. രാമകൃഷ്ണ റാവു. ഉത്തരം ഡി. ബി. രാമകൃഷ്ണ റാവു. കായലുകളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏത്? എ. കർണാടക, ബി. കേരളം, സി. ഹരിയാന, ഡി. തമിഴ്നാട്. ഉത്തരം ബി. കേരളം. കേരള ഹൈക്കോടതി രൂപം കൊണ്ടത് എന്ന്? എ. 1956 നവംബർ 1, ബി. 1956 നവംബർ 21, സി. 1956 നവംബർ 12, ഡി. 1956 നവംബർ 26. ഉത്തരം എ. 1956 നവംബർ 1. കേരളത്തിലെ ആദ്യ വനിതാ ഹൈക്കോടതി ജഡ്ജി ആര്? എ. ജസ്റ്റിസ് അനു ശിവരാമൻ, ബി. ജസ്റ്റിസ് സോഫി തോമസ്, സി. ജസ്റ്റിസ് മേരി ജോസഫ്, ഡി. ജസ്റ്റിസ് അന്ന ചാണ്ടി. ഉത്തരം ഡി. ജസ്റ്റിസ് അന്ന ചാണ്ടി. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആര്? എ. കെ. ശങ്കരൻ,
ബി കെ ടി കോശി, സി കെ ഭാസ്കരൻ, ഡി കെ കെ ഉഷ. ഉത്തരം ബി കെ ഡി കോശി. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല ഏത്? എ മലപ്പുറം, ബി കോഴിക്കോട്, സി എറണാകുളം, ഡി കണ്ണൂർ. ഉത്തരം സി എറണാകുളം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം ഏത്? എ ഡൽഹി, ബി മുംബൈ, സി ഹൈദരാബാദ്, ഡി കേരളം. ഉത്തരം ഡി കേരളം. ഐക്യ കേരളം എന്ന പ്രമേയം പാസാക്കിയ നാട്ടുരാജ പ്രജാ സമ്മേളനം നടന്ന സ്ഥലം ഏത്? എ കോഴിക്കോട്, ബി എറണാകുളം, സി തിരുവനന്തപുരം, ഡി കോട്ടയം. ഉത്തരം ബി എറണാകുളം. കേരളത്തിലെ ആദ്യ ധനകാര്യമന്ത്രി ആര്? എ സി അച്യുതമേനോൻ, ബി ആർ ശങ്കർ, സി പി കെ കുഞ്ഞു, ഡി എൻ ഭാസ്കരൻ. ഉത്തരം എ സി അച്യുതമേനോൻ. സ്ത്രീ പുരുഷ അനുപാതം കൂടിയ കേരളത്തിലെ ജില്ല ഏത്? എ കണ്ണൂർ, ബി ഇടുക്കി, സി തിരുവനന്തപുരം, ഡി കോട്ടയം. ഉത്തരം എ കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏത്? എ കുറ്റ്യാടി, ബി ഇടുക്കി, സി കോഴിക്കോട്, ഡി കല്ലട. ഉത്തരം ഡി കല്ലട. 1956 നവംബർ 1 നിലവിൽ വന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്ര? എ 5, ബി 6, സി 7, ഡി 8. ഉത്തരം ബി 6. കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പട്ടണം ഏത്? എ കാസർഗോഡ്, ബി കണ്ണൂർ, സി കോഴിക്കോട്, ഡി മലപ്പുറം. ഉത്തരം സി കോഴിക്കോട്. പുകയില ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല ഏത്? എ കാസർഗോഡ്, ബി കണ്ണൂർ, സി കോഴിക്കോട്, ഡി മലപ്പുറം. ഉത്തരം എ കാസർഗോഡ്. വയനാട് ജില്ലയിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി ഏത്? എ പെരിയാർ, ബി കബനി, സി ചാലിയാർ, ഡി ഭവാനി. ഉത്തരം ബി കബനി. നിലവിൽ കേരളത്തിൽ എത്ര ജില്ലകൾ ഉണ്ട്? എ 14, ബി 22, സി 41, ഡി 38. ഉത്തരം എ 14. മലയാള സർവകലാശാല നിലവിൽ വന്ന വർഷം? എ 2012 നവംബർ 1, ബി 2012 നവംബർ 13, സി 2012 നവംബർ 16, ഡി 2012 നവംബർ 19. ഉത്തരം എ 2012 നവംബർ 1.
മലയാള സർവകലാശാലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? എ. കോഴിക്കോട്, ബി. ആലുവ, സി. തിരൂർ, ഡി. ഇടുക്കി. ഉത്തരം സി. തിരൂർ. കേരളത്തിൽ സാക്ഷരതയിൽ മുമ്പിൽ നിൽക്കുന്ന ജില്ല ഏത്? എ. ഇടുക്കി, ബി. കോട്ടയം, സി. എറണാകുളം, ഡി. മലപ്പുറം. ഉത്തരം ബി. കോട്ടയം. കേരളത്തിൻ്റെ തനതായ നൃത്തം ഏത്? എ. മോഹിനിയാട്ടം, ബി. കഥകളി, സി. ഓട്ടൻതുള്ളൽ, ഡി. തിരുവാതിരക്കളി. ഉത്തരം എ. മോഹിനിയാട്ടം. റിപ്പബ്ലിക് ദിനത്തിൽ രൂപം കൊണ്ട ജില്ല ഏത്? എ. മലപ്പുറം, ബി. എറണാകുളം, സി. ഇടുക്കി, ഡി. കോട്ടയം. ഉത്തരം സി. ഇടുക്കി. ലോകത്തിലെ ആദ്യത്തെ പത്രം ഏതു രാജ്യത്താണ് പ്രസിദ്ധീകരിച്ചത്? എ. ഇന്ത്യ, ബി. ചൈന, സി. ജപ്പാൻ, ഡി. അമേരിക്ക. ഉത്തരം ബി. ചൈന. രാജ്യത്തിൻ്റെ പേര് സ്റ്റാമ്പിൽ അച്ചടിക്കാത്ത ഏക രാജ്യം ഏത്? എ. ചൈന, ബി. പാകിസ്ഥാൻ, സി. അമേരിക്ക, ഡി. ഇംഗ്ലണ്ട്. ഉത്തരം ഡി. ഇംഗ്ലണ്ട്. പൊതു തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ ഏഷ്യൻ രാജ്യം ഏത്? എ. കാനഡ, ബി. ഇന്ത്യ, സി. റഷ്യ, ഡി. ബ്രിട്ടൻ. ഉത്തരം ബി. ഇന്ത്യ. ഏറ്റവും വിലയേറിയ സുഗന്ധവ്യഞ്ജനം ഏത്? എ. പട്ട, ബി. ഗ്രാമ്പൂ, സി. കുങ്കുമപ്പൂവ്, ഡി. കുരുമുളക്. ഉത്തരം സി. കുങ്കുമപ്പൂവ്. ഭൂരഹിതരില്ലാത്ത പദ്ധതി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏത്? എ. കണ്ണൂർ, ബി. എറണാകുളം, സി. പത്തനംതിട്ട, ഡി. ഇടുക്കി. ഉത്തരം എ. കണ്ണൂർ. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള രാജ്യം ഏത്? എ. പാകിസ്ഥാൻ, ബി. റഷ്യ, സി. ഇന്ത്യ, ഡി. അമേരിക്ക. ഉത്തരം ഡി. അമേരിക്ക. ഏറ്റവും വലിയ സമുദ്രം ഏത്? എ. ആർട്ടിക് സമുദ്രം, ബി. ഇന്ത്യൻ സമുദ്രം, സി. അറ്റ്ലാന്റിക് സമുദ്രം, ഡി. പസഫിക് സമുദ്രം. ഉത്തരം ഡി. പസഫിക് സമുദ്രം. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? എ. യുറാനസ്, ബി. ചൊവ്വ, സി. ശുക്രൻ, ഡി. ഭൂമി. ഉത്തരം സി. ശുക്രൻ. മനുഷ്യൻ കണ്ടുപിടിച്ച ആദ്യത്തെ ലോഹം ഏത്? എ. സ്വർണം, ബി. ചെമ്പ്, സി. വെള്ളി, ഡി. ഇരുമ്പ്. ഉത്തരം ബി. ചെമ്പ്. കരിമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? എ. ഹരിയാന, ബി. കേരളം, സി. തമിഴ്നാട്, ഡി. ഉത്തർപ്രദേശ്. ഉത്തരം ഡി. ഉത്തർപ്രദേശ്. ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? എ. നാഗാലാൻഡ്, ബി. മഹാരാഷ്ട്ര, സി. ഡൽഹി, ഡി. ഗോവ.
ഉത്തരം എ നാഗാലാൻഡ്. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ഏത്? എ ഡൽഹി, ബി കേരളം, സി ഗോവ, ഡി മഹാരാഷ്ട്ര. ഉത്തരം ബി കേരളം. കാശ്മീരിലെ ഔദ്യോഗിക ഭാഷ ഏത്? എ അറബി, ബി ഹിന്ദി, സി ഉറുദു, ഡി മലയാളം. ഉത്തരം സി ഉറുദു. കാൽപാദത്തിൽ മുട്ട വെച്ച് അടയിരിക്കുന്ന പക്ഷി ഏത്? എ കോഴി, ബി കാക്ക, സി പ്രാവ്, ഡി പെൻഗ്വിൻ. ഉത്തരം ഡി പെൻഗ്വിൻ. കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ച സ്ഥലം ഏത്? എ തിരുവനന്തപുരം, ബി കോഴിക്കോട്, സി കൊച്ചി, ഡി കോട്ടയം. ഉത്തരം സി കൊച്ചി. മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന്? എ ഡിസംബർ 2, ബി ഡിസംബർ 10, സി ഡിസംബർ 20, ഡി ഡിസംബർ 29. ഉത്തരം ബി ഡിസംബർ 10. കേരളത്തിൽ നിന്ന് ആദ്യ ലോകസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട വനിത ആര്? എ ആനി മാസ്ക്രീൻ, ബി സുശീല ഗോപാലൻ, സി പി കെ ശ്രീമതി, ഡി സി എസ് സുജാത. ഉത്തരം എ ആനി മാസ്ക്രീൻ. ഇന്ത്യയിലെ ആദ്യത്തെ പൂമ്പാറ്റ പാർക്ക് കേരളത്തിൽ എവിടെയാണ്? ഉത്തരം ബി കൊല്ലം. മോയിൻകുട്ടി വൈദ്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? എ കോഴിക്കോട്, ബി കൊണ്ടോട്ടി, സി തിരൂർ, ഡി കണ്ണൂർ. ഉത്തരം ബി കൊണ്ടോട്ടി. മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത് ആര്? എ ഡച്ചുകാർ, ബി ഇംഗ്ലീഷുകാർ, സി പോർച്ചുഗീസുകാർ, ഡി ബ്രിട്ടീഷുകാർ. ഉത്തരം സി പോർച്ചുഗീസുകാർ. വെളുത്തുള്ളി കൃഷി ചെയ്യുന്ന ഏക ജില്ല ഏത്? ഉത്തരം ഡി ഇടുക്കി. ഏതു ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളാണ് ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നത്? എ യുറാനസ്, ബി വ്യാഴം, സി ശുക്രൻ, ഡി ശനി. ഉത്തരം ബി വ്യാഴം. ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത്? എ യുറാനസ്, ബി ശനി, സി ശുക്രൻ, ഡി വ്യാഴം. ഉത്തരം എ യുറാനസ്.